ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും സ്വർഗം എങ്ങനെയാണെന്ന് കരുതി അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഒരു യാത്ര പുറപ്പെട്ടാലോ? ഇവിടെ ലൂക്ക എന്നൊരു കുട്ടി, അവൻ സ്വർഗത്തിലെത്തി. അവിടെ ഒരു ദൂതനായ ഒരേൽ കൂടെയുണ്ട്. അവരൊരുമിച്ച് പുതിയ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ എന്തൊക്കെയോ അവൻ പഠിക്കുന്നുണ്ട്. നമുക്കും അവൻ്റെ കൂടെ പോയി ഒരുമിച്ച് പഠിച്ചാലോ? ഇത്രയധികം കാഹളങ്ങൾ ഒരുമിച്ച് മുഴങ്ങുന്ന ശബ്ദവും യേശുവിന്റെ ശബ്ദത്തിൽ ഭൂമി മുഴുവൻ കുലുങ്ങുന്നതും വിശ്വസനീയമാണ്. നിലത്ത് നിന്ന് ഉയർന്നു വരുന്ന ആളുകൾക്ക് അസാധാരണമായ പ്രകാശമാണുള്ളത്. മാലാഖമാർ എന്ത് ആനന്ദത്തോടു കൂടിയാണ് മരിച്ചുപോയവരിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരെ കൊണ്ടുവരുന്നത്. അവർ സുഹൃത്തുക്കളെ ആലിംഗനം ചെയ്യുന്നു. ഇതെന്താണ് മഴവില്ല് പോലുള്ള പ്രകാശം എന്നെ ചുറ്റുന്നത്? ഓ, ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ആ പ്രകാശം. ഇതുവരെ ലഭിക്കാത്ത ഒരു സമാധാനം. എന്റെ ശരീരം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് സന്തോഷമാണ്! എനിക്കത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ലൂക്ക, ലൂക്ക, എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു? ഒരേൽ മാലാഖ, ക്ഷമിക്കണം, ഞാൻ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം അത്ഭുതകരമാണ്. അതെ ലൂക്ക, ഞാൻ നിന്നോട് സംസാരിക്കുവാനും പുതിയ യെരുശലേം കാണിക്കുവാനുമാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. നീ വളരെ ജിജ്ഞാസയുള്ളൊരു കുട്ടിയാണല്ലോ. നീ അറിയാതെ തന്നെ 8 വർഷം ഞാൻ നിന്നെ സംരക്ഷിച്ചിരുന്നു. നന്ദിയുണ്ട് ഒരേൽ. എനിക്ക് താങ്കളുടെ പേര് ഇഷ്ടപ്പെട്ടു. ഒരേൽ, എന്താണ് അതിന്റെ അർത്ഥം? ഒരേൽ എന്നാൽ വെളിച്ചമാണ്. എനിക്ക് പണ്ട് തന്നെ നൽകപ്പെട്ട ഒരു പേരാണത്. അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് പിന്നീട് പറയാം. അത് വലിയൊരു കഥയാണ്. ലൂക്ക, നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു പ്രത്യേക വ്യക്തിയെ കാണാം. ലൂക്ക പ്രത്യേക വ്യക്തിയുടെ മുന്നിലെത്തി. അത് യേശുവായിരുന്നു. അവന്റെ സന്തോഷവും ആവേശവും അവൻ അടക്കാനായിരുന്നില്ല. അതുമൂലം അവൻ സംസാരിക്കാനായില്ല. യേശു മഹത്വത്തിലും ശക്തിയിലും വരുന്നത് അവൻ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ദാ അവന്റെ തൊട്ടു മുൻപിൽ നിൽക്കുന്നു. അവൻ വിശ്വസിക്കാനായില്ല. അവന് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. പ്രിയപ്പെട്ട ലൂക്ക, നീ സ്വർഗത്തിൽ വന്നതിൽ വളരെ സന്തോഷം. ഇവിടെ എല്ലാവരും ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരേൽ, ലൂക്കയെ കൊണ്ടുവന്നതിന് നന്ദി. നന്ദി, നന്ദി യേശുവേ, നന്ദി. എൻ്റെ പ്രിയ മകനെ, നീ എന്നിൽ വിശ്വസിച്ചു, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു. കുഞ്ഞായിരുന്നിട്ടും നിന്റെ ഹൃദയം എനിക്ക് നൽകുവാൻ നീ നിരസിച്ചില്ല. അതിനാൽ ഞാൻ നിനക്ക് എല്ലാം ചെയ്തു തരുന്നു. പരിശുദ്ധാത്മാവ് നിനക്ക് ഉറപ്പുള്ള വിശ്വാസം നൽകി, നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. അതിനാലാണ് നീ ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിത്യതയോളം സംസാരിക്കാം, കളിക്കാം, ചിരിക്കാം, അതേപോലെ പഠിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവോ? എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഭൂമിയിൽ ആരും തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിവരിച്ചു തന്നില്ല. പ്രിയപ്പെട്ട ഒരേൽ, ഈ കുഞ്ഞിന്റെ മേൽ ദൈവിക പ്രകാശം നൽകൂ. അവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കട്ടെ. തീർച്ചയായും കർത്താവേ, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം. എങ്കിൽ ശരി ലൂക്ക. ഒരേൽ, നോക്കൂ ലൂക്ക, നീ ഇപ്പോൾ സ്വർഗത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ബൈബിളിലെ ഒരു വാക്യം നിനക്ക് കാണിച്ചു തരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എബ്രായ ഭാഷയിലായിരുന്നു. ഞാനത് നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചു തരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങൾ അതിങ്ങനെയാണ്: അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവൻ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ലൂക്ക, ഇത് ശ്രദ്ധിക്കൂ. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അറിയാമായിരുന്നു താൻ എന്നും ശിഷ്യന്മാരുടെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന്. അവൻ മനുഷ്യനായി ജനിച്ചതിനാൽ താൻ എല്ലാ കഴിവും ഉപയോഗിച്ചിരുന്നില്ല. ആയതിനാൽ തന്നെ എല്ലാവരെയും അനുഗമിക്കുവാനും വഴികാട്ടിയായും നടക്കുവാൻ യേശുവിന് പറ്റില്ലായിരുന്നു. അതിനാലാണ് പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് ഉറപ്പ് നൽകിയത്. ഓ, എന്ത് താല്പര്യമുണർത്തുന്ന കാര്യമാണിത്. എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയണം. എങ്കിൽ ശരി,
ഞാൻ ബാക്കി നിനക്ക് പറഞ്ഞു തരാം. യേശു സ്വർഗാരോഹണം ചെയ്യപ്പെട്ടപ്പോൾ ഭൂമിയിലെ എല്ലാവർക്കും യേശുവിലേക്കുള്ള വഴികാട്ടിയായി പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിശബ്ദമായാണ്, പക്ഷേ വളരെ ശക്തിയുള്ളതുമാണ്. നീ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണമാണ് ലൂക്ക. അതിനാലാണ് നീ ഇന്ന് സ്വർഗത്തിൽ എന്നോട് കൂടി ഉള്ളത്. ഓ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എല്ലാം തന്നെ അറിയണം. ശരി ലൂക്ക, ഞാൻ കുറച്ച് ആളുകളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. അവർ അവരുടെ അനുഭവങ്ങളിലൂടെ അറിഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിനക്കും പരിചയപ്പെടുത്തി തരും. ഓ, എനിക്ക് ഇനിയും കാത്തു നിൽക്കാൻ വയ്യ. എന്നാൽ ശരി ലൂക്ക, നമുക്ക് യാത്ര തുടങ്ങിയാലോ? യാത്ര പോകാൻ തയ്യാറായിക്കൊള്ളൂ. നമുക്ക് ഒരുമിച്ച് പുതിയ യെരുശലേമിലേക്ക് പോകാം. അവിടെ ഇവരെ കണ്ട് സന്തോഷിക്കാം. വരൂ, എൻ്റെ കൂടെ വരൂ.